ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ഒരു ഇന്ത്യൻ നാവികനെ കാണാതായി. 10 നാവികരെ രക്ഷപ്പെടുത്തിയെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. GFS ഗാലക്സി എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മേഖലയിലെ സംഘർഷത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. കിരൺ, ഇപ്പോൾ ഈ കാണാതായ നാവികനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? വീണ്ടും യുദ്ധം കൂടുതൽ ശക്തമാകുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അനുശ്രീ, മേഖലയിൽ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമൂസ് കടലിടുക്കിലൂടെ പോയ 2 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഒന്ന് ഇന്ത്യൻ കപ്പലായിരുന്നു. ആ ഇന്ത്യൻ കപ്പലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 11 നാവികരെ രക്ഷപ്പെടുത്തിയെന്ന് ഇന്ത്യയും ഒമാനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഒരു നാവികന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒരു നാവികനെ കാണാതായിട്ടുണ്ട്. ഇന്നലെ സൈപ്രസിന്റെ പതാക വെച്ച മറ്റൊരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു നാവികനെ കാണാനുണ്ട്. അതും ഈ രണ്ട് ആക്രമണവും സ്ഥിരീകരിക്കപ്പെട്ട ആക്രമണങ്ങളാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുവെന്നും അവിടെ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു എന്നുള്ള നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. പക്ഷേ ഈ നിരോധനം മറികടന്ന് പോയ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം എന്നുള്ളതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട വാദം. ഇന്ത്യ ഇതിലുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ആശങ്ക അറിയിക്കുമ്പോൾ അത് ഇറാനാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള തരത്തിലല്ല ഇന്ത്യ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ സംഘർഷാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണം, അതിന് സമാധാനമുള്ള ഇടപെടൽ എത്രയും വേഗം ഉണ്ടാവണം എന്നുള്ള ആശങ്കയാണ് ഇന്ത്യ പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും അയത്തുള്ള അലി ഖമനേയി 132 ദിവസങ്ങൾ ശേഷം ഈ വർഷം ഫെബ്രുവരി 28-ന് അർദ്ധരാത്രിയാണ് അദ്ദേഹത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതും കൊല്ലപ്പെടുന്നതും. 132-ാം ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്നാണ് ഒരു പ്രതികരണം ഈ പുതിയ ഇറാന്റെ പരമോന്നത നേതാവ് മക്തബ ഖമനയുടെ പ്രതികരണം വന്നത്. ആരൊക്കെയാണോ ഇറാനു നേരെ ആക്രമണം നടത്തിയത് അവർക്കെല്ലാം എതിരെ തിരിച്ചടി, എല്ലാ റാങ്ക് ആൻഡ് ഫയലിലെ എല്ലാവർക്കും നേരെ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ട് എന്നും തനിക്ക് നേരെ വധശ്രമം നടത്താനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ ഇറാനെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും സമീപ രാജ്യങ്ങളിലേക്കുള്ള ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 3 പേർ ഖത്തറിൽ പരിക്കേറ്റത് ഈ മിസൈലുകൾ വീണല്ല പരിക്കേറ്റതെന്നും മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തതെന്നും ആ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണാണ് ഒരു ബാലിനടക്കം 3 പേർക്ക് പരിക്കേറ്റതെന്നാണ് സ്ഥിരീകരിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇറാനിലെ വിവിധ നഗരങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം നടന്നതായുള്ള വിവരങ്ങളും ഇറാനിലെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മേഖലയിൽ ഇപ്പോൾ സമാധാന കരാർ നിലനിൽക്കുകയാണ്. എന്നാൽ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഇരുപക്ഷത്തു നിന്നുമുള്ള ആക്രമണങ്ങളും പല ദിവസങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടുതൽ രൂക്ഷമാവും എന്ന തരത്തിലേക്കുള്ള വാചകങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നാലും ട്രംപിന്റെ ഭാഗത്തു നിന്നാലും വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിതി വഷളായതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തമ്മിൽ കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളും ഇസ്രായേലിന്റെ വാർത്താ ഏജൻസികൾ ഈ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ സംഘർഷം കൂടുതൽ ശക്തമാവാനുള്ള സാധ്യതകളിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ശരി, കിരൺ ബാബു ആണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.